T20 ഫൈനലിലേക്ക് അഹമ്മദാബാദിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും തന്നെ. നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് ഈ ഫൈനലിൽ ടീം ഇന്ത്യ ജയിക്കുമോ, ഒപ്പം എന്തായിരിക്കും സഞ്ജു സാംസണിൽ നിന്നുള്ള പ്രകടനം എന്നൊക്കെയാണ്. നമ്മളുടെ റിപ്പോർട്ടർമാർ പലയിടങ്ങളിൽ നിന്നായി നമ്മളോട് വിവരങ്ങളും പങ്കുവെച്ച സഞ്ജുവിന്റെ ആരാധകരുടെ, ടീം ഇന്ത്യയുടെ ആരാധകരുടെ വിശേഷങ്ങളും പ്രതീക്ഷകളും ഒക്കെ പങ്കുവെച്ച് നിറയുകയാണ്. നേരത്തെ സുനിഷ സഞ്ജു സാംസൺ ക്രിക്കറ്റ് പരിശീലിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. സജോ ദേവസ്യ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നാണ് സജോ ചേരുന്നത്. സജോ, നമുക്ക് ടീം ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനമാണ്, നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞു പോകും. അതേസമയം തന്നെ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ ഒരു ചോരത്തിളപ്പ് കൂടിയാണ് ഇവിടെയുള്ളവർക്ക്. സ്വാഭാവികമായും ആ ആകാംക്ഷ, പ്രതീക്ഷ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. മാധു, ഉറപ്പായും ഈ വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് പല കാരണങ്ങളുണ്ടല്ലോ. അതിൽ സഞ്ജു എന്ന ഒറ്റ പേരാണ്. പേടിക്കേണ്ട, കപ്പ് റെഡിയായിട്ട് തൂക്കിയിട്ടുണ്ട്, കൈവശമുണ്ട്. ഇത് സ്വാഭാവികമായ ഒരു പ്രതീകാത്മകമാണ്. പക്ഷേ കപ്പ് ഇങ്ങോട്ട് തന്നെ വരും. സഞ്ജു ഓപ്പൺ ചെയ്യും, നല്ല പെർഫോമൻസ് തരും. അങ്ങനെ സഞ്ജു സൺഡേ ആകും എന്നതുകൂടിയാണല്ലോ മലയാളികളുടെ സ്വാഭാവിക പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും ഈ കപ്പ് നേടിയത് ഈ ടീമാണ്, ഇൻഫ്ര എലവേറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്കും നല്ല ആശംസകൾ. കാരണം ഇവർ പറയുന്നത് ഞങ്ങൾ ഇന്ന് കപ്പടിച്ചു, അതുകൊണ്ട് ഇന്ത്യ എന്തായാലും കപ്പടിക്കും. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരു ലിഫ്റ്റ് കമ്പനിയാണ്, അവരുടെ ആളുകളാണ് എല്ലാവരും. ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കി 6ാമത്തെ ഗെയിം തന്നെ ഞങ്ങൾ കപ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ഇന്ത്യ, ഉറപ്പായിട്ടും ഇന്ത്യ ജയിച്ചിരിക്കും. ബുംറ നമ്മുടെ ആദ്യത്തെ സ്പെൽ ഓപ്പൺ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തോന്നൽ. ഉറപ്പായിട്ടും ബുംറ തകർക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ സഞ്ജു സാംസൺ ഇന്ന് തകർത്തിരിക്കും. ഇന്നത്തെ മാച്ചിലെ മാനോസ്ത മാച്ച് അല്ലേ? പേര് പറയാം. സിബീഷ്, അഭിനന്ദനങ്ങൾ. കുറേ സമ്മാനങ്ങളൊക്കെ കൈവശമുണ്ട്. അപ്പൊ ഒരു ബാറ്റർ അല്ലേ? ബാറ്റർ എന്നുള്ള നിലയ്ക്ക് റണ്ണൊഴുകുന്ന പിച്ചാന്ന് പറഞ്ഞത്. സഞ്ജു ലാസ്റ്റത്തെ ഇന്നിങ്സ് എല്ലാം സൂപ്പർ ആയിരുന്നു. അതുപോലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും നമ്മുടെ സഞ്ജു ഫോമിലാണല്ലേ? നല്ല ക്ലാസ് ഔട്ടുകളൊക്കെ പറഞ്ഞ. അതെ അതെ അതെ, സഞ്ജു സ്കോർ ചെയ്യണം എന്നാണ് വിചാരം. നല്ല സ്കോർ ചെയ്യും. നമ്മൾ ഇന്ത്യ ജയിക്കണം തന്നെയാണ് നമ്മുടെ വിചാരം. സഞ്ജു ആരാധകരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്രിക്കറ്റർമാരിൽ ഒരാൾ സഞ്ജു ആണ്. ഇപ്പോൾ നേരത്തെ തർക്കമൊന്നുമില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു? സഞ്ജു അടിക്കും, അഭിഷേക് ശർമ്മ അടിക്കും, ടോട്ടൽ ഇന്ത്യ ജയിക്കും. സഞ്ജുവും ബുംറയൊക്കെ പെർഫോം ചെയ്യുന്ന നല്ലോണം നമ്മുടെ ഇന്ത്യ കപ്പ് തൂക്കിയിരിക്കും. അടിച്ചു തൂക്കും സഞ്ജു. നല്ല ഫോമിലാണെന്നുള്ള പ്രത്യാശ നമുക്കുള്ളല്ലേ? സഞ്ജു എന്തായാലും പക്കയായിരിക്കും, അടിച്ചു തൂക്കും. സഞ്ജു ഫാനാണ്. ഈ ഇതേ സ്റ്റേഡിയത്തിലെ സൗത്ത് ആഫ്രിക്കയോട് തോൽവി വഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചാലഞ്ചൊക്കെ ഉണ്ട്. അല്ല, അത് ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നാലും ഫൈനലിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും അത് തോൽവി വിജയത്തിന്റെ മുന്നോടിയല്ലേ? അത് പോയിന്റ്. കറക്റ്റ്. ഫ്രഷ് 1000 ടെൻഷനുള്ളതിന്റെ ഇടയ്ക്ക് ഒരു ടെൻഷനാണ് സഞ്ജു നടിക്കും. ഇവിടെ സഞ്ജു പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ വന്ന ഒരു സ്റ്റേഡിയം കൂടെ അല്ലേ? സാന്ദർഭികമായി പറയാൻ മാത്രം ഇവിടെ തൃപ്പൂണിത്തുറ ഒരുപാട് ചരിത്രമുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഇവിടെയും പ്രാക്ടീസ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ത്യൻ ടീമിന്, സഞ്ജുവിനും ഇന്ത്യൻ ടീമിന് മൊത്തത്തിലൊരു ചീറപ്പ് കൊടുത്താലോ? ഇന്ത്യ ഇന്ത്യ ജിതേഗാ, ഇന്ത്യ ജിതേഗാ, ഇന്ത്യ ജിതേഗാ, ഇന്ത്യ ജിതേഗാ, ഇന്ത്യ. അപ്പോൾ ഇവിടെ ശരിക്കും ഇവിടെ ഒരു ടൂർണമെന്റ് നടക്കായിരുന്നു. അപ്പോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഇൻഫ്ര എലവേറ്റേഴ്സ് അല്ലേ? അപ്പോൾ അവരുടെ ആവേശമാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും പ്രതീക്ഷ അതാണ്. നന്നായി സ്കോർ വരും, സഞ്ജു പെർഫോം ചെയ്യും. ഓക്കെ സഞ്ജു, എന്തായാലും കപ്പൊക്കെ കാണിച്ച് കൊതിപ്പിച്ച സ്ഥിതിക്ക് നമ്മൾ വൈകുന്നേരം ഈ കളി ഒന്ന് തീരുന്നത് വരെ ആ കപ്പിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എല്ലാവരും. തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നാണ് സജോ ദേവസ്യ ടീം അംഗങ്ങൾക്കൊപ്പം നമ്മളോടൊപ്പം ചേർന്ന്. എന്തായാലും അവർക്കും വലിയ വിജയാശംസകൾ നമുക്ക് നേരാം.